ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ദുബായിൽ അടിച്ചു പൊളിക്കാൻ പോകുന്നു. ഒരു ഗിഫ്റ്റ് ഉണ്ട്, പഴയതാന്നുള്ളൂ. ഓക്കെ, നമ്മൾ പോവുകയാണ്. ഇരുട്ടിലൂടെ പോയിരുന്നു. ഇന്നലെ കട്ട സീന് സത്തുകള് പിന്നെ പറയാലോ, കുഴങ്ങി നടന്ന് കുഴങ്ങി. പിന്നെ നമ്മളെ ചെക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് ദുബായ്, അബുദാബി, ഷാർജ എല്ലായിടത്തും കറങ്ങാൻ ആള് തെറ്റായി. പിന്നെ നമുക്ക് റൂമിൽ നിന്ന് കിട്ടിയ ചെരുപ്പൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ റൂമിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയ ചെരുപ്പ്. പിന്നെ നമ്മളെ വണ്ടി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫുള്ള് കറങ്ങി. ഈ വണ്ടിയാണ് നമ്മളെ ചേഞ്ചസ് എല്ലാം. ഓക്കെ, ഡേ 2 ഇൻ ദുബായ്. ചെങ്ങായി കടന്നുറങ്ങി. രാവിലെ 9 മണിക്ക് ഇറങ്ങേണ്ട നമ്മള് 4 മണിക്കാണ് ഇറങ്ങിയത്. ഈ ഇവൻ ഉറങ്ങിയിട്ടാണ് ഇപ്പൊ അതൊക്കെ ഉണ്ടായത്. ഒരു ജീവകം മുണിക്കാം. റെഡ് കളർ ഉണ്ടാവും. ഇപ്പൊ ബ്ലാക്ക് ആയ സാധനം റെഡായി. അപ്പൊ നമ്മൾ ഡേ 2 ഇൻ ദുബായ്. ദുബായ് അങ്ങനെ പറയണ്ടല്ലേ ഇത്. ദുബായിയുടെ കൊടികൾ, ദുബായിയുടെ കൊടികൾ, ദുബായിയുടെ സെറ്റാണ് വണ്ടിയിലേക്ക് നടക്കാൻ. എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം? കുറച്ച് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടോ? നമ്മൾ കറങ്ങുന്നു ഗായ്സ്, ആ കൂട്ടത്തിലുണ്ടാവും അതേമാതിരി. പരിപാടി കിട്ടാത്തോണ്ട് ഇനി നമ്മളെ കുറ്റം പറയാം. ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഉച്ചക്ക് എണീറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞ് തീരാവുന്നതാണ് പരിപാടി. ഉച്ച 2 മണിക്കൂർ റൂമിൽ ഇറങ്ങി കഴിഞ്ഞാല് ട്രാഫിക് ഉണ്ടാവില്ല. എല്ലാ പരിപാടിക്കും എത്താം. തിരക്കുള്ള പരിപാടിക്ക് പിന്നെ കഴിച്ചിലാണ്. എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ധേരയുടെ വഴികളിലൂടെ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിലെത്തി ദുബായിലെ. ഇനി ഇവിടെ ഫുൾ കാണാനുണ്ട്. വലിയൊരു ടവറുണ്ട്, ഫുൾ സെറ്റ്. നമുക്ക് ബ്ലോഗ് നിർത്തി ചെയ്യില്ലാത്തതുകൊണ്ട് അത് വിഷയമല്ല കാര്യമില്ല. ഓക്കെ, ഫുൾ സെറ്റ്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ ഇടാം. ഓക്കെ, ഗ്ലോബൽ വില്ലേജിൽ കണ്ടമാനം രാജ്യങ്ങളിലോടുത്ത് നമ്മൾ ഫസ്റ്റ് തുർക്കി കണ്ടു. ഇപ്പം നമ്മൾ പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ പാകിസ്ഥാനത്തെ കടകളൊക്കെ എങ്ങനെയാണ്, ഫുൾ തിരക്കാണ്. വെൽക്കം ടു പാകിസ്ഥാൻ. അല്ല, കുറച്ച് ബോവേജിൻ്റെ ഷോട്ടിൽ ഇങ്ങനെ കയറി പേര് കേട്ടോ. ഇത് നമ്മൾ ട്രെയിൻ നോക്കണം, ഒന്നും പറയണമെന്നില്ല. നടക്കണം, നടന്നാണ് നമ്മൾ പറയുള്ളൂ സാധാരണ നോക്കണമെങ്കിൽ. യു എയിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സ്ഥലമുണ്ട്, ഗ്ലോബൽ വില്ലേജ്. ദുബായിൽ നിന്ന് നേരെ ശ്രീലങ്കയ്ക്ക് എത്തിയാണ്. ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എല്ലാ രാജ്യങ്ങളും ഒപ്പം കാണാൻ പറ്റിയ സ്ഥലം ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജ് പറഞ്ഞോ. എനിക്ക് ഇവിടെ ദുബായിൽ വന്നിട്ട് ഏത് രാജ്യം എനിക്ക് വിസിറ്റ് ചെയ്യേണ്ടത്? അമേരിക്ക വേണം, ഇംഗ്ലണ്ട് വേണം, യൂറോപ്പ് വേണം, എല്ലാ രാജ്യവും നമ്മൾ ദുബായിലുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശ്രീലങ്കൻ്റെ താഴത്താണ്. നമ്മൾ അങ്ങനെ
ഒന്നൊരു കയറാൻ പോകുന്നു. ബോളിവുഡ് മൂവി ഷൂട്ടിങ്ങിൻ്റെ സ്ഥലമാണ്. ബോളിവുഡ് എന്നുള്ള മൂവിയാണ്. ഏതൊരു മൊട്ടുണ്ട് ഇവിടെ കേട്ടോ. സിറ്റിത്തെ സിനിമ ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിങ്ങിനെ വരെ വെല്ലുന്ന അഭിനയം. ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് വന്നാണോ ഡ്രിഫ്റ്റിന് വന്നാണെന്ന് ആർക്കറിയാം. നമ്മൾക്ക് ഇതിൻ്റെ പ്രമാണിച്ച് വെടിക്കെട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ പിന്നെ. നമുക്ക് ഇന്ത്യയിൽ പോയി ചാടിക്കാം. അവിടുന്ന് നമുക്ക് നേരെ നമുക്ക് എന്താ മൊറോക്കിൽ പോകാം. ഒരു ടാസ്ക്, ഒരു ദിർഹംസ്, ഒരു റിയാലല്ല, ഒരു ദിർഹംസ്. ഇതുകൊണ്ട് ഗ്ലോബൽ വില്ലേജിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു തരുമോ? എന്താ മേടിച്ചു തരാ? മേടിച്ചാട്ട്. ഒരു റിയാലല്ല, ഒരു ദിർഹംസ്. ഒരു ദിർഹംസ് വന്നിട്ട് ഈ ഒരു ദിർഹംസ് എനിക്ക് എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങിത്തരാൻ പറ്റും? ഒരു ദിർഹംസിന് കൂട്ടി യാത്ര ഇതുവരെ കിട്ടിയിട്ടില്ല. തപ്പിക്കൊണ്ട് നീണ്ട ഒരു ഇടവേളക്ക് ശേഷം ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വിട പറയുകയാണ്. ടാസ്ക് കേട്ടോ, വലിയ കരുതിമ്പോൾ തന്നെ നടന്ന് ചാവാണ്ട് കുറച്ച് ഒരു 4-5 കിലോമീറ്റർ നടക്കാണ്ട്. അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിൽ കണ്ടിട്ടൊന്നുമില്ല. എല്ലാ കൺട്രികളും നമുക്ക് കയറി വിസിറ്റ് ചെയ്യാം, എല്ലാം കഴിക്കാം. പക്ഷെ ഓറിയാലടാ ഒരു നൗഫല നിങ്ങളും ഒരു ദിർഹംസിന് നമ്മൾ എന്തെങ്കിലും സാധനം ഉള്ളിൽ കിട്ടുമോ നോക്കി, കിട്ടിയില്ല. ഇവിടെ ഉള്ള ഒരു ദിർഹംസിന് ഒരു സാധനം കിട്ടിയില്ല. സിയാബ് തോറ്റിട്ടുണ്ട്, പിന്മാറി. ഒരു ദിർഹംസിന് നമ്മൾ എന്തെങ്കിലും സാധനം അതിൻ്റെ ഉള്ളിൽ കിട്ടുമോ നോക്കി ഗ്ലോബൽ വില്ലേജിൽ. കിട്ടിയില്ല ഗായ്സ്. തിരിച്ച് റിയലടിയോ ഒരു റിയാലിന് വേണമെന്നുണ്ടെങ്കിൽ ദിർഹംസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ട് യാത്ര ചെയ്യാം. ഒരു ദിർഹംസ് വീണ്ടും കിട്ടി. പറഞ്ഞു കൊടുക്കേ. സൗദി അറേബ്യയില് ചെങ്ങന്മാർക്ക് വിവരല്ല. ഈ വള്ളി കണ്ടച്ച് പെട്രോളിന്റെ അത് ഇപ്പുറത്ത് വരെ അടിച്ചു. സൗദി അറേബ്യയിൽ ആ കുറ്റി തന്നെ കൊണ്ടുപോയി വെക്കണം.
ഇതിനോട് എന്താണ് എൻ്റെ ഇത്? ഒന്നും കൂടി വിദ്യാഭ്യാസം വേണമെന്ന എൻ്റെ കൺസെപ്റ്റ് അതാണ്. എൻ്റെ അഭിപ്രായത്തിൽ പോലെ തോമസ് മാഷ് പഠിപ്പിക്കണം കണക്കിന്, അപ്പൊ അത് അറിയുള്ളൂ. ഗ്രാമർ സ്കൂളത്തെ അല്ല,